പക്ഷെ പഴയ കാലത്തെ ഈ മുജാഹിദുകൾ തുടങ്ങിയ പുരോഗമനപരമായ ആശയങ്ങൾ പലതും ഇപ്പോൾ സുന്നികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാം എന്ന് സുന്നി പള്ളികളിൽ ബോർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഉസ്താദ് കൂടുതലും സംസാരിച്ചത്. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഈ മലയാളം പഠിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും ഒക്കെ പഴയ സുന്നി കാഴ്ചപ്പാടുകൾ നിന്ന് ഒരുപാട് മാറുകയാണ്. പുരോഗമനപരമായ ആശയങ്ങൾ സുന്നികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരിക്കലും അവർ തുടങ്ങി ഞങ്ങൾ ചെയ്യുക എന്നുള്ള പതിവ് ഞങ്ങൾക്കില്ല. പക്ഷേ കാലോചിതമായിട്ടുണ്ടാകുന്ന കുറേ പരിഷ്കാരങ്ങൾ അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മുമ്പ് കടലും പുഴയായിരുന്നു യാത്രയ്ക്ക് ആശ്രയിച്ചിരുന്നത്. അതേ സ്ഥാനത്ത് റോഡുകൾ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത കാലത്താണ്. റോഡുകൾ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴാണ് റോഡ് സൈഡുകൾ പള്ളികൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ പള്ളികളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ വീൽ ചെയർ രോഗികൾക്ക് പാസഞ്ചർ ആദ്യമായിട്ട് സൗകര്യം ഏർപ്പെടുത്തിയ ഇവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരെയും ഞങ്ങൾ അനുഗമിക്കുന്നു പിന്തുടരുന്നു എന്നൊന്നും പറയാം പറ്റില്ല. കാലോചിതമായി വരുന്നത് ആദ്യമായിട്ട് പറയട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1950 വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങുന്നത്. അന്ന് അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയാകുന്ന പറവണ്ണ മുഹിദ്ദീൻ മുസ്ലിയാർ പറവണ്ണയിൽ സ്ഥാപിച്ച മദ്രസൻ്റെ പേര് മദ്രസത്തുൽ ബനാത്ത് എന്നാണ്. ഒന്നാമത്തെ മദ്രസ കോട്ടക്കൽ അബ്ദുൽ ബാരി വാളക്കുളം പുതുപ്പറമ്പ്. രണ്ടാമത്തെ മദ്രസ ഇവിടെ പറവണ്ണയിലാണ്. ആ മദ്രസൻ്റെ പേര് തന്നെ മദ്രസത്തുൽ ബനാത്ത് എന്നാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള മദ്രസ എന്നാണ്. സത്യത്തിൽ അന്നൊന്നും അവരാരും മദ്രസ പെൺകുട്ടികൾക്ക് വേണ്ടി സംവിധാനം തുടങ്ങി ഞങ്ങൾ ഓർക്കുന്നില്ല. അപ്പോൾ അവരുടേത് ഞങ്ങൾ അനുഗമിക്കുകയല്ല ചെയ്യുന്നത്. ആവശ്യമുള്ളത് ഞങ്ങൾ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ 100 കൊല്ലം കൂടുമ്പോൾ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്താകാൻ സാധ്യതയില്ല. കാരണം അവർ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അധോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും, മിക്കവാറും നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നല്ലോണം നിങ്ങൾ പോയാലുണ്ട് വന്നാലുണ്ട്. ഞാനീ പറഞ്ഞ നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്തനെ മനസ്സിലാവൂ. അല്ല സമസ്ത ഉണ്ടാക്കിയത് മദ്രസ ഉണ്ടാക്കാൻ ഒന്നുമില്ല. മദ്രസ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. സംഘടന ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. എല്ലാം ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. നമ്മളാണ് ഉണ്ടാക്കിയതൊക്കെ വെറുതെ. ഇപ്പോൾ നിങ്ങൾ SKSF കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിന്മൊക്കെ ആയിരുന്നു നുണ പറയും. അതൊക്കെ നുണയാണ്. അതിനൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുതട്ടാ. ഇനിയിപ്പോ നിങ്ങൾ നേർഞ്ഞാട്ടിയാലും ഞാൻ പോവും, എന്തില്ലേലും പോവും. കാരണം നിങ്ങളെന്ന് എനിക്ക് പേടിയില്ല. എനിക്കെൻ്റെ റബ്ബിന് പേടിയുള്ളൂ. നേര് പറയണം. പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞു പോയി. സദസ്സിന് അനുസരിച്ച് തോന്നിയൊക്കെ പറഞ്ഞു. പല ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് വലിയ കാര്യം തോന്നിയിരുന്നു. പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാവുന്നത്. ഒരു മഹല്ല് വഹാബികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യസംഘം വരുന്നത്. സമസ്ത ഉണ്ടാക്കുമ്പോഴത്തിന് കുറച്ച് മഹല്ല് പോലെ കയ്യപ്പെട്ടു. സമസ്ത അധോഗതിക്ക് തന്നെ പോയി. എന്തുകൊണ്ട്? എന്നാലും ഒലുക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 100 കണക്കിന് മഹല്ലുകൾ പോയി. ഇന്നോരെ കയ്യിൽ 1000കണക്കായ മഹല്ലുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? പറയും. അപ്പൊ ഞമ്മക്ക് പുരോഗതിയല്ല ഉണ്ടായത്. പിന്നെന്തേ? മൊത്തം മഹല്ല് ഓരോ കയ്യപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? അതന്നെ. ഇതാണ് വസ്തുത. നിങ്ങൾക്ക് തോന്നിയ നോണയൊക്കെ പറയാം. ഇതാണ് സത്യം. ഇത് പുരോഗതിക്ക് ഉണ്ടാക്കിയ സംഘടന ഉണ്ടല്ല. അല്ല, ഇത് അധോഗതി കുറയാണ്ടാക്കിയതാണ്. നോണ സ്റ്റേജ് കയറി നോണ പറയണം നിർത്തിയിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാക്കക്ക് നോക്കാതെ സ്റ്റേജ് കയറി തോന്നിയത് വിളിച്ചറിഞ്ഞാൽ നമ്മളിവിടെ ഈ കൊല്ലം അടുത്ത കൊല്ലായിട്ട് പുകിട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തിനാ നമ്മൾ വന്നത് എന്ന് നമുക്ക് ബോധമുണ്ടാണ്. നമ്മൾ വന്നത് സ്കൂൾ ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും ഒന്നുമല്ല. അതൊന്നും നമ്മളെ ലക്ഷ്യമല്ല, അടിസ്ഥാനമല്ല. ഞാൻ പറഞ്ഞില്ലേ, സംഘടന ഉണ്ടാക്കിയത് ആദ്യം വഹാബികള. മദ്രസ ഉണ്ടാക്കിയത് ആരും ആദ്യം വഹാബികള. അറബി കോളേജ് ആദ്യം ഉണ്ടാക്കിയത് വഹാബികള.
പത്രാതി ഉണ്ടാക്കിയത് പറഞ്ഞോളി. ബാബിയാണ് ഖുർആൻ ക്ലാസ് ആക്കി ഉണ്ടാക്കിയത്. പറയും മനുഷ്യന്മാര് ബാബിയാണ്. പിന്നെന്തിനാ നമ്മൾ മെനക്കെട്ടു? അവരില് കാള് ഇടിച്ചു കയറുന്നത് കണ്ടപ്പോൾ എന്നെ തടയാൻ ബാക്ക് ഭാഗത്ത് പോയിട്ടോ അവിടെ ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്.